നന്ദു, രേവതി നക്ഷത്രം, ദേവഗണം അല്ലേ? നിർദോഷയാണ് ദോഷികൃത അഭവത് സ്വയം കൃത ദോഷസ്യ ആക്ഷേപം ത്രിതോദരം. അതായത് ഈ കുട്ടികളുടെ ജാതകം അനുസരിച്ച് ജീവിതകാലം മുഴുവൻ ചെയ്യാത്ത കുറ്റത്തിന് പഴിയേക്കാനാണ് ഈ ജാതകക്കാരന്റെ വിധി. അധകൃത ദൂഷിതം ജാതകം. അതിപ്പോ എന്റെ കാര്യം അങ്ങനെ തന്നെ തിരുമേനി. നാട്ടുകാരുടെ വായി എന്നുള്ള പഴിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എവിടെ എന്തു പ്രശ്നമുണ്ടെങ്കിലും ഈ ജാതകക്കാരന്റെ തലേ വന്ന് ഭവിക്കും. ഉദാഹരണത്തിന് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ തകർന്ന സമയത്ത് ഇവൻ അമേരിക്കയിൽ എവിടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ക്രെഡിറ്റും ഇവന്റെ തലേ വന്ന് വീണേ. അത്രക്കുണ്ട് ജാതകക്കാരന്റെ യോഗം. അല്ല തിരുമേനി, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടല്ലോ. അതായത് ഒരു കഷ്ടകാലം വരുമ്പോൾ ഒരു നല്ല കാലം ഉണ്ടാവും എന്ന് പറയും പോലെ, ഈ ശുക്രൻ അടിച്ചു എന്നൊക്കെ പറയൂലേ, അതുപോലെ. പേടിക്കണ്ട, ഈ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. Present teacher. Bobby. Present teacher. Nandan KC. Present teacher. Nandana. Present teacher. Nandu KG. Nandu KG. Nandu teacher. Present teacher. കേറ്. എന്താ നന്ദു ലേറ്റ് ആയത്? അവൻ ആ ജഡാലോറി നോക്കി നിന്നതാ ടീച്ചറെ. അല്ലട ജഡായു. സൈലൻസ്. ആരടാ പറഞ്ഞത്? മണവാളൻ ചേട്ടനായിരുന്നു. മറ്റുള്ളവരെ കളിയാക്കുന്ന നീ ഇന്ന് ഈ പീരീഡ് മുഴുവൻ അവിടെ നിന്നു. പഠിക്കാൻ വന്ന പിള്ളേരൊക്കെ ബുക്കെടുത്തേ. എടാ മനോജെ, ഞാൻ പഠിപ്പിച്ച പിള്ളേരൊക്കെ അങ്ങ് ഡോക്ടറും എഞ്ചിനീയറും ആയി. എന്തിന്? അങ്ങ് ISR വരെ എത്തിയ പിള്ളേരുണ്ട്. അതും അങ്ങ് വലിയ നിലയില്. നീയൊക്കെ ഏത് കാലത്ത് നന്നാവൂടാ. ഈ പറയുന്ന ടീച്ചർ ഇതുവരെ നന്നായോ? എന്താ പറഞ്ഞേ? അയ്യോ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ടീച്ചർ പഠിപ്പിച്ച പിള്ളേരെ ഞാൻ വലിയ നിലയിലായി. ടീച്ചർ എപ്പോഴും പുരോഗതി ഇല്ലാതെ ഇവിടെ കഞ്ഞിയും കറിയും വിളമ്പി നടക്കുകയില്ലേ? നീ എഴുതി വെച്ചു. പഠിപ്പിക്കുന്ന ടീച്ചർമാരോട് തറുതല പറയുന്ന പിള്ളേര് ഒരു കാലത്തും ഗുണം പിടിച്ചിട്ടില്ല. എന്നിട്ട് വായിക്കത്ര കുത്തു വെച്ചു തരും. എന്താ സാറേ? മോളെ കയറുക. ഇത് ഗായത്രി, നമ്മുടെ പ്രഭ ടീച്ചറിന്റെ മോളാണ്. എക്സാം കഴിയുന്നവരെ ഈ കുട്ടി നമ്മുടെ കൂടെ കാണും. എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പെണ്ണുങ്ങളുടെ കാര്യം എന്നോട് പറയരുതെന്ന്. നീ ആരാ റഷ്യസിന്? നിന്റെ അമ്മ അവിടുത്തെ ടീച്ചർ എന്ന് പറഞ്ഞു ഇത്രയും പേടിക്കുന്ന കാര്യമൊന്നുമില്ല. മോള് പോയിരിക്കും. ഗായത്രിക്ക് കുറച്ച് സ്ഥലം കൊടുക്കും. എല്ലാരും ബുക്ക് എടുത്തേ. എല്ലാരും ഹോംവർക്ക് എഴുതിയിട്ടുണ്ടോ? നിധി, എല്ലാ ബുക്കും കളക്ട് ചെയ്ത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവെക്കണം. ശരി ടീച്ചറെ. ഞാനെല്ലാം ചെക്ക് ചെയ്ത് വന്നേക്കാം. നിങ്ങൾ എന്താ പഠിക്കുന്നതെന്നൊക്കെ എനിക്കൊന്ന് അറിയണമല്ലോ. ഇന്നലെ നമ്മൾ 8 വരെയല്ലേ ചെയ്തത്? അവിടെ ഇവിടെ ഇച്ചിരി മഷി തരുമോ? ഇപ്പൊ 9ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കേ. എനിക്ക് സൈഡിൽ ഇമ്പോർട്ടന്റ് എന്ന് എഴുതിയാ കേട്ടോ. പിന്നെ തന്നാ മതി. അളിയ മണവാള, ഞങ്ങള് തമ്മിൽ നല്ല മാച്ചാണല്ലേ? പിന്നല്ലളിയ, ക്രിക്കറ്റ് കളിയെ പോലും കാണണടാ ഇത്രയും നല്ലൊരു മാച്ച്.
ആയിട്ടുള്ള കൂട്ടിനും വേണ്ട. എടാ തങ്കണം വേഗം വാടാ. ടീച്ചർ എന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൻ ആ കൂട്ടൊന്നും വിടാൻ കരയില്ലേ? കരയാതെ മോളെ. ഇപ്പൊ ഈ പേന വെച്ച് പരീക്ഷ എഴുത്. അമ്മ ഇപ്പൊ വരുമെന്ന് മോളെ. കരയാതെ കേറിപ്പോടാ മോളെ. നീ കരയാതെ മോളെ ഈ പേന വെച്ച് പരീക്ഷ എഴുത്. നല്ല കുട്ടിയല്ലേ, ഞാൻ പറയുന്നേക്ക്. എന്താ ടീച്ചറെ? ഞാൻ വിളിപ്പിച്ചതേ കുഞ്ഞ് ഭയങ്കര കരച്ചിലുണ്ട്. അവളുടെ പേന കാണുന്നില്ല. ഞാൻ വേറെ പേന വെച്ച് എഴുതാൻ പറഞ്ഞിട്ടും എഴുതുന്നില്ല. അയ്യോ അതെന്താന്നറിയോ ടീച്ചറെ, അവളുടെ മുത്തച്ഛൻ കൊടുത്ത പേനയാ. അതിനോട് ഭയങ്കര അറ്റാച്ച്മെന്റാ. അതാ ഇത്ര സങ്കടം. മോളെ അത് നീ രാവിലെ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നിട്ടുണ്ടാവും. ഇല്ല അമ്മേ, ഞാൻ എടുത്തതാ. ഉറപ്പാണോ? ആ, എനിക്ക് ഉറപ്പാ. ദേ എല്ലാരും കേൾക്കാൻ ചോദിക്കുക. ആരെങ്കിലും പേന എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേ. മോളെ എന്ത് ടൈപ്പ് പേന? എന്താ കളറ്? സാറേ അതൊരു ഹീറോ പേനയാ. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ടീച്ചറെ എല്ലാവരും ബോക്സ് വെക്കി. ഞാൻ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? നിന്റെ ബോക്സ് എവിടെ? എടുത്തു വെച്ചേ. കൊണ്ടുവന്നില്ലേ? ഇതാണോ മോളുടെ പേന? ഇതാരുടെ കവറാ? ചോദിച്ചു കേട്ടില്ലേ? ചോദിച്ചത് കേട്ടില്ലേ? ഇതാരുടെ കവറാണെന്ന്. ഞാനല്ല, സത്യമായിട്ട് അമ്മയാണ് സത്യം. ഞാനല്ല. ടീച്ചറെ ഓടിങ്ങന്ന്. എന്തിനാണ് നീ പേന മോഷിച്ചേ? സത്യമായിട്ട് ഞാൻ മോശമില്ല സാറേ. കട്ടതും പോരാ കള്ളം പറയുന്നടാ. മോഷ്ടിക്കാൻ നടക്കുന്നുണ്ടാ കള്ള. അങ്ങോട്ട് ഇറങ്ങ. ഞാൻ മോശമില്ല സാറേ. സാറേ സാറേ സത്യമായിട്ട് ഞാൻ സാറേ. പിന്നെ ആരാടാ? ഇറങ്ങ് വെളിയില്. സാറേ 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 ഞാൻ എടുത്തില്ല. അമ്മയാണ് സത്യം. നീ നടക്ക്. നീ അങ്ങോട്ട് നടക്ക. സാറേ 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 നടക്ക് നടക്ക്. നിക്ക് നീ. സാറേ നിക്കവിടെ. ഊളത്തരം പറ. ഇത് എന്നോട്. ഒരിക്കൽ കട്ടവൻ എന്നും കള്ളനാടാ. സാറേ ഇത് കൊല്ലല്ലേ സാറേ? ജീവിതത്തിൽ പഠിക്കേണ്ട നാട്ടിൽ അവനെ കിട്ടിയ സാറേ, പേന കിട്ടിയല്ലോ. സാറേ അവനെ വിട്. മതി തല്ലി. സാറേ മതി സാറേ. നീ വെറും നന്നു പറഞ്ഞ കള്ളം നന്നു. മതി സാറേ, വിട് സാറേ. പഠിക്കാൻ വന്നു ഇങ്ങനെയാണ് ചേട്ടൻ. രണ്ടെണ്ണം കൂടെ കൊടുക്കും സാറേ, എന്നാലേ അവൻ സത്യം പറയുള്ളൂ. സാറേ മതി. എന്തിനാ നന്ദു പഠിക്കേണ്ട പ്രായത്തിൽ ഇങ്ങനൊക്കെ? ഞാൻ ചെയ്യലടി. സത്യമായിട്ട് ഞാൻ ചെയ്യലടി സാറേ. ഇടയ്ക്കൊക്കെ ഓർക്കണേ. പോയിട്ട് പറ്റിയാൽ ഇറങ്ങാം. പോയിട്ട് വരട്ടെ. മോളെ നന്നായി പഠിക്കണം കേട്ടോ. മോളെ ഇറക്കി.
ടീച്ചർ ഇനി വരുമോ? ഓ, തിരിച്ചു വരണാണ്. എന്തിനാ റിസൈൻ ചെയ്യുന്നത്? അത് തന്നെ പിടിച്ചിടുമല്ലോ. പോട്ടടാ പോട്ട്. ഞാൻ കണ്ടിട്ടില്ലടാ, സത്യമായിട്ട് ഞാൻ കണ്ടില്ലടാ.